എന്താണ് സീരിയൽ കില്ലർ? സിനിമകളിലൂടെയും നോവലുകളിലൂടെയും നമ്മെ ഏറെ ഭയപ്പെടുത്തുന്ന ക്രൈമാണ് സീരിയൽ കില്ലിംഗ്. ഒരറപ്പും പേടിയുമില്ലാതെ ആളുകളെ തുടർച്ചയായിട്ട് കൊലപ്പെടുത്തുന്നവരെയാണ് സീരിയൽ കില്ലർ എന്ന് പറയുന്നത്. ഈ കൊലപാതകങ്ങൾ പല സമയങ്ങളിലായി വ്യത്യസ്ത സംഭവങ്ങളിലായിട്ടാണ് നടക്കുന്നത്. സാധാരണയായിട്ട് 3 അതിലധികമോ ആളുകളെ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും. സീരിയൽ കില്ലർമാർക്ക് പലപ്പോഴും മാനസിക വൈകല്യമോ മനോരോഗമോ ഉണ്ടായിരിക്കും. ഇത് കൊലപാതകങ്ങളിലേക്ക് ഇവരെ നയിച്ചേക്കാം. ചിലപ്പോൾ ഇവർക്ക് കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലാത്ത അവസ്ഥയും കണ്ടുവരാറുണ്ട്. കുട്ടിക്കാലത്ത് വൈകാരികപരമായിട്ടോ ശാരീരികപരമായിട്ടോ ലൈംഗികപരമായിട്ടോ ഉള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരായിരിക്കാം ഇവർ. ഇരകളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുവാനുള്ള ഒരാഗ്രഹം ഇവർക്കുണ്ടായിരിക്കും. പലപ്പോഴും ഓരോ കൊലപാതകത്തിനും ഇവർ ഒരു പ്രത്യേക രീതി പിന്തുടരും. ഇതിനെ മോഡസ് ഓപ്പറൻഡി എന്നറിയപ്പെടുന്നു. ഉദാഹരണത്തിന് ഇരകളെ തിരഞ്ഞെടുക്കുന്ന രീതി, കൊലപ്പെടുത്തുന്ന രീതി, മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്നിവയിലെല്ലാം ഒരു സമാനത കണ്ടേക്കാം. സീരിയൽ കില്ലിങ്ങിന് പിന്നിൽ പലപ്പോഴും സങ്കീർണമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു കൊലപാതകം നടത്തി പിടിക്കപ്പെടാതെ വരുമ്പോൾ അത് വീണ്ടും ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ലഭിക്കുന്നു. ഇത് പിന്നീട് തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് നയിച്ചേക്കാം. കൊലപാതകങ്ങൾക്ക് പലപ്പോഴും ഒരു പ്രത്യേക രീതി, തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരകൾ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ കൊലപാതകത്തിനിടയിലും ഒരു സമയവേള ഉണ്ടായിരിക്കുന്നതാണ്. ടെഡ് ബണ്ടി, ജെഫ്രി ഡാമർ, ജോൺ വെയ്ൻ ഗെയ്സി തുടങ്ങിയവർ ചരിത്രത്തിലെ അറിയപ്പെടുന്ന സീരിയൽ കില്ലർമാരാണ്. കേരളത്തിൽ റിപ്പർ എന്ന കൊലയാളിയെയൊക്കെ അത്തരത്തിൽ കണക്കാക്കുന്നവരാണ്. എന്നാൽ മറ്റു ചിലർ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് കൂട്ടക്കുരുതി നടത്തുന്നത്. കൂടത്തായിയിൽ നടന്ന കൊലപാതക പരമ്പരയൊക്കെ ഇത്തരത്തിലുള്ളതാണ്. സീരിയൽ കില്ലർമാരെ പഠിക്കുന്നതിനും ക്രിമിനോളജിയിലും സൈക്കോളജിയിലും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അവരുടെ പെരുമാറ്റം മനസ്സിലാക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയുവാനും ഇരകളെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നതാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീക്കും ഇത്തരം ക്രൈമുകളിൽ ഏർപ്പെടുവാനും സാധിക്കുന്നതാണ്. എന്നാൽ പുരുഷന്മാരുടെ അത്ര വയലൻസ് അഥവാ ക്രൂരത സ്ത്രീ നടത്തുന്ന കൊലപാതകങ്ങളിൽ സാധാരണഗതിയിൽ കാണാറില്ല. പക്ഷേ കൊല ആസൂത്രണം ചെയ്യുവാനും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുവാനും അത് മറച്ചു വയ്ക്കുന്നതിനുമെല്ലാം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കഴിവുണ്ട്. അതുപോലെ സ്ത്രീയാണ് ഇങ്ങനെയുള്ള കേസുകളിൽ പ്രതിയെങ്കിൽ അതിന് പിന്നിൽ ഒരു പുരുഷൻ്റെ പിന്തുണയോ സാന്നിധ്യമോ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ്. ക്രൈം ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിൽ പ്രതിയായി വരുന്നയാളെ ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആ പ്രതിയുടെ മനഃശാസ്ത്രം തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം കുറ്റാന്വേഷണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. ഒരിക്കലും കുറ്റം ചെയ്ത പ്രതിയെ ന്യായീകരിക്കുന്നതല്ല, മറിച്ച് ഭയപ്പെടുത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യരെത്തുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലേക്കുള്ള പടികളാണിത്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് കൊല നടത്തുന്നത് എങ്കിൽ പോലും പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള മാനസിക വൈകല്യങ്ങൾ പ്രതികളിൽ കാണാറുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഓരോ കേസുകളെയും വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്.